ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പലരും അധികം പറഞ്ഞു കേൾക്കാത്ത മിനിക്കോയ് ഐലൻഡിലത്തെ ഒരു വില്ലേജിൻ്റെ ഒരു വിഷ്വൽസാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ചരിത്രം ഒക്കെ പറഞ്ഞു പോകാമെന്ന് വെച്ചു. ലക്ഷദ്വീപിൻ്റെ ഏറ്റവും തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ദ്വീപിന് മറ്റു ദ്വീപുകളിൽ നിന്ന് ഒരുപാട് രീതിയിൽ വ്യത്യസ്തമാണ്. അത് അവരുടെ സംസാര രീതിയാണെങ്കിലും അവരുടെ വസ്ത്രധാരണയാണെങ്കിലും പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ. അത് മാത്രമല്ലാത്ത ഒരു ഫാക്ടർ ഇവിടുത്തെ വില്ലേജ് സമ്പ്രദായമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്ന് വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വില്ലേജ് സിസ്റ്റം മിനിക്കോയ് ഐലൻഡുകാർക്ക് വന്നു ചേർന്നത് അവരുടെ മാലദ്വീപിയൻ ഇൻഫ്ലുവൻസ് കാരണമാണ്. മാത്രമല്ല ഈ ഒരു വില്ലേജ് സിസ്റ്റം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മിനിക്കോയ് ഐലൻഡിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഒരുപാട് റിസർച്ചുകൾ പറയുന്നത്. 1800കളുടെ ലാസ്റ്റിൽ ബ്രിട്ടീഷ് വന്ന സമയത്ത് അവിടെ ഈ ഒരു വില്ലേജ് സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നും അത് ഒരുപാട് രീതിയിൽ ഇവരെ ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ലോക്കൽസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും അവരുടെ പല ബുക്കുകളിലും പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 11 വില്ലേജുകളാണ് മിനിക്കോയ് ദ്വീപിലുള്ളത്. അത് തുടങ്ങുന്നത് കെൻഡിപ്പാറ്റി വില്ലേജ് മുതൽ ബാഡ വില്ലേജ് വരെയാണ് നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഒരു വില്ലേജുകളുടെ ഓരോ സിസ്റ്റം. ഓരോ വില്ലേജിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അവിടുത്തെ ഒരു ലീഡർഷിപ്പാണ്. അവിടെ ഓരോ വില്ലേജിനും ഒരു ലീഡർ ഉണ്ടാവും. അവരെ വിളിക്കുന്നത് മൂപ്പൻ എന്നാണ്, വില്ലേജ് മൂപ്പൻ. ഈ വില്ലേജ് മൂപ്പനാണ് പല ഡിസിഷൻസും എടുക്കുന്നത്. അത് മാത്രമല്ല മിനിക്കോയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, അവർ ഫീമെയിൽസിന് എന്ന് വെച്ചാൽ ലേഡീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഭാഗത്തിൽ തന്നെ ലേഡീസിനെ ഉൾപ്പെടുത്താറുണ്ട്. അതേപോലെ വില്ലേജ് മൂപ്പൻ പറയുന്ന ഓരോ കാര്യവും അവിടുത്തെ ആൾക്കാർ, ആ വില്ലേജിലത്തെ ആൾക്കാർ അതേപോലെ അംഗീകരിക്കും. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും അവർ ആ അവരുടെ ഒരു ഡിസ്കഷനിൽ അത് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യും. പിന്നെ കണ്ടുവന്ന ഒരു കാര്യം കൂടി, ഓരോ വീക്കിലും അല്ലെങ്കിൽ വീക്ക്ലി 2 times ഒക്കെ ആയിട്ടെങ്കിലും തന്നെ ചർച്ചകൾ നടക്കാറുണ്ട് ആ വില്ലേജിൽ. എന്തൊക്കെ ചെയ്യണം, വില്ലേജിൽ നിയർലി വരാൻ പോകുന്ന പരിപാടികളെക്കുറിച്ചും ഒക്കെ. ഈ മിനിക്കോയ് ഐലൻഡിൽ വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റേ ഐലൻഡിൽ നിന്നും ലാവ ഡാൻസ്. അപ്പോൾ ഈ ലാവ ഡാൻസ് ഒക്കെ തന്നെ ഓരോ വില്ലേജിലും ലാവ ഡാൻസും ടീംസൊക്കെ ഉണ്ട്. അതേപോലെ ജഹാദോണി സമ്പ്രദായം. ഈ ജഹാദോണി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഓണത്തിനൊക്കെ ഒരു റേസ് ഉണ്ടല്ലോ, ബോട്ട് റേസ്. അതേപോലെ മിനിക്കോയ് ഐലൻഡിൽ ജഹാദോണി റേസ് ഉണ്ട്. അതും ഈ 11 വില്ലേജിനും 11 ജഹാദോണി ഉണ്ട്. അതിൽ ആര് വിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു ആവേശം പോലെ അവർ ഭയങ്കര രീതിയിൽ കൊണ്ടാടുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. മിനിക്കോയ് ഫെസ്റ്റ് ആയിരുന്നു. അതിപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഇതായിട്ട് അത് നാഷണൽ മിനിക്കോയ് ഫെസ്റ്റ് എന്നൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം എല്ലാ വർഷവും ഡിസംബറിനാണ് മിനിക്കോയ് ഫെസ്റ്റ് നടക്കുന്നത്. അത് മിനിക്കോയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷമാണ്. ഒരുപാട് കാര്യങ്ങൾ എന്നെ ആകർഷിച്ചിട്ടുണ്ട് മിനിക്കോയ് ഐലൻഡിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരെയും ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു വൃത്തിയാണ്. നമ്മൾ ഈ ഒരു വില്ലേജിൻ്റെ ഇടയിൽ നമുക്ക് എവിടെ ഒരു ചവർ കൂട്ടിയിട്ടതോ ഒന്നും കാണില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ആണ് എല്ലാ വില്ലേജിലും ആൾക്കാർ താമസിക്കുന്നതും ഒക്കെ. നമുക്കൊരു വേസ്റ്റ് ഡംപ് ചെയ്ത ഒരു പ്ലേസ് പോലും ഞാൻ കണ്ടിട്ടില്ല. സ്ഥലങ്ങളുടെ പരിമിതികളും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. എന്നാൽ കൂടി അവർ അത്രയും വൃത്തി കീപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ വന്നിരിക്കുന്നത് ഓരോ വില്ലേജുകാരും ഇപ്പോൾ അവർ പറയും നമ്മുടെ വില്ലേജ് ആയിരിക്കണം ഏറ്റവും നീറ്റായിട്ട് പറയേണ്ടത്. അങ്ങനെ ഒരു സ്പിരിറ്റ് അവർക്കുള്ളത് കൊണ്ട് തന്നെ എൻ്റയർ ഐലൻഡ് ബീച്ച് വരെ അവർ അത്രയും നീറ്റായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ ഒരു വില്ലേജ് മൊത്തം ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് നാടിൻ്റെ നടുക്ക് ഭാഗത്താണ്. നാടിൻ്റെ മറ്റു 2 എൻഡിലും ആൾതാമസം ഇല്ലാത്ത വെറും ലാൻഡാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ വില്ലേജും ഓരോരോ വർഷത്തിലാണത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഓരോ വില്ലേജും അങ്ങനെ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വില്ലേജ് ഹൗസാണ്. അപ്പോൾ ഓരോ വില്ലേജിനും ഓരോ വില്ലേജ് ഹൗസ് ഉണ്ട്. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സ്, പിന്നെ കല്യാണം, അങ്ങനത്തെ പല അനൗൺസ്മെൻറ്റ് ഇതൊക്കെ നടക്കുന്നത് വില്ലേജ് ഹൗസിലാണ്. അപ്പോൾ കുദേഹി വില്ലേജ് ഹൗസാണ് ഇത്.
പിന്നെ ഓരോ വില്ലേജിലും ഒരു മൂപ്പൻ ഉണ്ടാവും. മൂപ്പൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു റോളാണെന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എല്ലാവരും ഭയങ്കര ചിട്ടയായിട്ടുള്ളൊരു ലൈഫാണ്. മൂപ്പനെ അത്രയും റെസ്പെക്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ടാണ് ഓരോ ആൾക്കാരും ഇവിടെ നിന്ന് പോകുന്നത്. ഓരോ വില്ലേജിനും അവിടുത്തെ ആൾക്കാരെ ഫണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ വില്ലേജിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കുറേ ഫാമിലീസ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഫണ്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ വില്ലേജും ഡെവലപ്ഡ് ആയതും അല്ലാതെ ചെറിയ വില്ലേജൊക്കെ ഉണ്ട്. ഇപ്പോൾ കുദഹി വില്ലേജ് അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2013 മുതലാണ്. 2013 ഇത് പുതുക്കിയ വർഷമാണ്. ആക്ച്വലി ഇതിൻ്റെ ഫൗണ്ടേഷൻ വന്നത് 1935 എന്ന് വെച്ചാൽ ഇന്ത്യ ഫ്രീഡം ആവാൻ മുമ്പേ ഇവിടെ വില്ലേജ് ഹൗസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ പണ്ടത്തെ ഒരു കുദഹി വില്ലേജിൻ്റെ ഫോട്ടോ ആണ്. 1935 മുതൽ പാണ്ടിശ്ശേരി വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മിനിക്കോയ് ഐലൻഡിൽ മാത്രമാണ് ലക്ഷദ്വീപിൽ ലിപിയുള്ള ലാംഗ്വേജ് ഉള്ളത്. നമ്മളൊക്കെ സംസാരിക്കുന്ന ലാംഗ്വേജിന് ലിപിയില്ല, റിട്ടൺ എഴുതാൻ പറ്റുന്ന ലിപിയില്ല. പക്ഷെ മിനിക്കോയിൽ മഹൽ എഴുതാൻ പറ്റും. മഹൽ ഭാഷ ശരിക്കും പറഞ്ഞാൽ മാൽദീവ്സ് ദ്വേഹി ലാംഗ്വേജുമായിട്ട് സാമ്യമുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് മാൽദീവ്സുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് മഹൽ ഭാഷ സംസാരിക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ വില്ലേജ് ഹൗസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഇവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് ബാഡ വില്ലേജ്. ബാഡ വില്ലേജാണ് നമ്മളിപ്പോൾ എത്തുന്നത്. അത്യാവശ്യം ഏറ്റവും വലിയ ഒരു വില്ലേജും കൂടിയാണ് ബാഡ വില്ലേജ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഓരോ വില്ലേജും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന പോലെയാണ് വില്ലേജ്. ഇത് വില്ലേജ് ഹൗസ്. ഇത് വില്ലേജ് ഹൗസാണ്. ഓരോ വില്ലേജ് ഞാൻ ഈ 11 വില്ലേജ് എന്ന് അല്ലാണ്ട് അതിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കെൻഡിപ്പാറ്റി വില്ലേജ് മുതലാണ് ഒരു മിനിക്കോയ് ഐലൻഡിലത്തെ വില്ലേജ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ടില്ലർ പറയുന്നുണ്ട് ബാഡ മുതലാണ് തുടങ്ങുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കെൻഡിപ്പാറ്റിയാണെന്ന് ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് അഭിപ്രായം വന്നത്. അപ്പോൾ കെൻഡിപ്പാറ്റി, പിന്നെ അതേപോലെ ഫല്ലിശ്ശേരി, പിന്നെ കുദഹി, സെഡിവലു, ഔമുഗെ, പിന്നെ ബടുവത്തിരി, ന്യൂ ബടുവത്തിരി, പിന്നെ അലൂദി, പിന്നെ റമ്മിതു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വില്ലേജ് ഉണ്ട്. 11 വില്ലേജാണ് മിനിക്കോയ് ഐലൻഡിലെ വില്ലേജ്. എനിക്ക് പലതിൻ്റെ പേര് വിട്ടു, എനിക്ക് ഐ എം സോറി. ഇങ്ങനെയൊക്കെയാണ് ഓരോ പേര്. നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഓരോ വേർഡാണ് ഇതൊക്കെ. മഹൽ ഭാഷയിൽ നിന്ന് വന്ന വേർഡ്സ് ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെയാണ് മിനിക്കോയിലത്തെ വില്ലേജിൻ്റെ ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ. എന്തായാലും ഞങ്ങൾ ഓരോ വില്ലേജും പോയി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമാണ് ഈ ഇടുങ്ങിയ വഴികൾ. ഈ വില്ലേജിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടിച്ചൊരു ഓട്ടോന് പോകാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ വില്ലേജിൻ്റെ ഇടയിൽ ഓടിക്കുന്ന കാറൊന്നും കണ്ടിട്ടില്ല. കാര്യം അവർക്ക് അത്രയും സ്പേസ് കുറവാണ്. ഓരോ വീടുകളിൽ നിന്നും ഇടയിൽ ജസ്റ്റ് കഷ്ടിച്ചൊരു ഓട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതും വേറൊരു ഫാക്ടറാണ്. പിന്നെ ഞെട്ടിച്ച വേറൊരു കാര്യം എന്താണെന്നറിയോ, ഓരോ വീടിന് കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നും. കാര്യം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കടലിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു പാറക്കഷ്ണമൊക്കെ വെച്ചിട്ടാണ്. അത് നല്ല രീതിയിൽ അതിനെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ആ വീടിനും മൊത്തത്തിലായിട്ട്. ഇതും എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോ കാര്യവും ഭയങ്കര അത്ഭുതം പോലെയാണ്. കാര്യം ഞാൻ ജനിച്ചു വളർന്നത് ഈ കവരത്തി ഐലൻഡ് ആയതുകൊണ്ട് തന്നെ കവരത്തിയിൽ ഐലൻഡിൻ്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായത് ഈ മിനിക്കോയ് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ്. കാര്യം നമ്മുടെ കവരത്തിയിൽ ഫുൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ദ്വീപിൻ്റെ ഭംഗിയില്ല ശരിക്കും. വേറെ ഏതൊരു അർബനൈസ്ഡായി കൂടുതലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കും ഭംഗി കാണുകയാണെങ്കിൽ ശരിക്കും എല്ലാവരും മിനിക്കോയ് തന്നെ വിസിറ്റ് ചെയ്യണം. മിനിക്കോയ് പോലെ ഒരുപാട് ഐലൻഡ് ഉണ്ട് കവരത്തി ഇല്ലാണ്ട്. അവിടെ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഐലൻഡിൻ്റെ ആ ഒരു ബ്യൂട്ടി ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരുപാട് ദ്വീപുകളുണ്ട്. അപ്പോൾ ഞാൻ കവരത്തിക്കാരിയായ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നെ മിനിക്കോയ് ദ്വീപുകാർ അവരുടെ പണ്ടത്തെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ ഒരു കൾച്ചർ, ആ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും
കൊണ്ടുപോകുന്നുണ്ട്, അതേ രീതിയിൽ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ വില്ലേജിലും വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വില്ലേജിൻ്റെ ഉള്ളിലും ഒരു പള്ളി ഉണ്ടാവും, ആ വില്ലേജുകാർക്കുള്ള ഒരു പള്ളി ഉണ്ടാവും. അങ്ങനെ ആ പള്ളിയാണെങ്കിൽ തന്നെ നല്ല നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ കാര്യവും അവിടെ ഭയങ്കര വാല്യൂ ചെയ്യുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ. ഇതൊക്കെ തന്നെ മറ്റ് ദ്വീപുകളിൽ നിന്നും ഇവരുടെ ഒരു ജീവിത രീതി വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മിനിക്കോയ് ദ്വീപിലത്തെ വില്ലേജ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം. മിനിക്കോയിലത്തെ ലൈറ്റ് ഹൗസ് വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.